നല്ല മഴ. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ഭക്തിമാർഗത്തിലൂടെ പോയാലോ എന്ന് ചിന്ത വന്ന ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊല്ലങ്കോടുള്ള പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോകാമെന്നൊരു ചിന്ത വന്ന് ഞങ്ങളിതാ 4:30 സമയത്ത് അങ്ങോട്ടേക്ക് പോവാണ്. മഴ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ, ഇരുട്ട് പിടിച്ച മഴ. അപ്പം നമ്മളിതാ കൊല്ലങ്കോട് പെരിങ്ങോട്ടാവ് ക്ഷേത്രത്തിലെത്തിയിട്ടാ. 2 സൈഡിലും കരിമ്പനകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. 2 ക്ഷേത്രങ്ങളാണുള്ളത് കേട്ടോ. ഇത് വലിയ അമ്പലമാണ്. പിന്നെ മൂലസ്ഥാനം കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മൂലസ്ഥാനമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മൂലസ്ഥാനത്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം അവിടെ വേഗം നട അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അവിടേക്ക് എത്താം. ഈ ഒരു ചെറിയ ഇടനാഴി കൂടെ പോകുമ്പോഴാണ് നമുക്ക് മൂലസ്ഥാനത്തിലോട്ട് എത്തുക. 2 സൈഡും വീടുകളാണ്, പഴയ വീടുകളാണ്. ഈ കാണുന്ന വീട് 1971 നിന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പഴയ വീടാണെങ്കിലും നല്ല ഉറപ്പോട് കൂടിയാന്ന് തോന്നുന്നു. ഞങ്ങൾ എപ്പോൾ കാണുമ്പോഴും ഈ വീടിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. പൂജയ്ക്കുള്ള പഴവും ചന്ദനത്തിരി കർപ്പൂരം എല്ലാം നമ്മൾ 2 അമ്പലത്തേക്കായിട്ടാണ് മേടിക്കുക. നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊന്നും ഇങ്ങനെ പൂജാ സാധനങ്ങൾ കൊണ്ടുപോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും സാധാരണ അമ്പലങ്ങളിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോവുകയാണെങ്കിലും പൂജാ സാധനങ്ങൾ അടക്കമാണ് പോവുക കേട്ടോ. പഴയൊരു അമ്പലമാണ് കേട്ടോ ശരിക്കും. ഇത് കുറച്ചും കൂടി പുതുക്കി ഇപ്പോൾ പണിതിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു, ഇങ്ങനെ മണ്ണൊക്കെ ആയിട്ടുള്ള ഒരു മുറ്റമൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഗ്രൗണ്ട് ടൈലൊക്കെ വിരിച്ച് കുറച്ചും കൂടി പുതുക്കി പണിതിട്ടുണ്ട്. കുറച്ച് അകലെയാണ് നാഗത്തറയും കാര്യങ്ങളും. കണ്ട പഴമ വിളിച്ചോതുന്ന പോലെയുള്ള ഒരു ചെറിയൊരു മൂലസ്ഥാനമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളുടെ മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ചുറ്റിനും നമുക്ക് ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടുകളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. അതിന് ചുറ്റും നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ പൂജാരി ഉള്ളിലോട്ട് വെച്ചു. അപ്പം നമുക്ക് ചരട് ജപിച്ച് കെട്ടണമായിരുന്നു. അപ്പോൾ അതിനുള്ള ചരടും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ചരട് കെട്ടി കഴിഞ്ഞാൽ ശരിക്കും മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അമ്പലത്തിൽ കുട്ടികളുണ്ടാവാത്തവർക്ക് അതുപോലെ വീടുണ്ടാവാത്തവരൊക്കെ ഒരുപാട് വഴിപാടുകൾ കഴിച്ച് കണ്ട തൊട്ടിലും വീടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ചുറ്റും നമുക്കിത് കാണാൻ പറ്റും. you.
ആൾക്കാരാണ് കേട്ടോ. കണ്ട് ഇരുണ്ട് പിടിച്ച പോലെയാണ് ചുറ്റുപാട്. അത്രയ്ക്ക് സമയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മഴക്കാരൻ്റെ ഇത് കാരണം കണ്ട നല്ല ഇരുട്ട് മൂടിയിട്ടാണ് നിൽക്കണേ. പൂജാരി ചരട് ജപിച്ച് തരുന്ന നോക്കി നിൽക്കുകയാണ് കേട്ടോ സുബ്രു. പൂജാരി പുറത്തോട്ടാണ് നമ്മുടെ ചരടും കൊണ്ടുപോയത് ജപിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും പുറമേയുള്ള നാഗത്തറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പുറമേയുള്ള നാഗത്തറയിലോട്ട് പോയി. തിരിച്ചു വരുമ്പോഴേക്കും പൂജാരി നമുക്ക് ചരടൊക്കെ ജപിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു, കാലിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് നമുക്ക് വലിയ അമ്പലത്തിലോട്ട് പോകാൻ നേരം വേഗണ്ടെന്ന് പറഞ്ഞു ആൾ. അപ്പോൾ നമ്മൾ വേഗം പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ സുബിയുടെ കയ്യിലൊക്കെ ചരട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ തീരെ ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് കേട്ടോ ചരടൊക്കെ കെട്ടി നടക്കുന്നത്. മൂലസ്ഥാനത്തുള്ള ഈ ഒരു പുറമെ ഭൈരവൻ്റെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പം നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് നാളികേരം എപ്പോഴും മുട്ട ഇറക്കാറുണ്ട്. അപ്പം എല്ലാവരുടെയും തലയൊക്കെ ചുറ്റി നമ്മൾ അവിടെ നാളികേരം മുട്ട ഇറക്കിയിട്ടാണ്. മൂലസ്ഥാനത്ത് നിന്ന് പിന്നെ നമ്മൾ വലിയ അമ്പലത്തിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പുറമേ ഉള്ള ആൾക്കാർ പറഞ്ഞു വേഗം ചെന്നോ, നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂജാ സാധനങ്ങൾ ഉള്ളിലോട്ട് മേടിക്കില്ലാന്ന്. നമ്മളിപ്പോൾ സ്പീഡിൽ പോവാണ് കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിക്കോ, നിവേദ്യം തുടങ്ങുകയാണെന്ന്. പക്ഷെ നമ്മുടെ പൂജാ സാധനങ്ങൾ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയത് ആ സ്റ്റേജ് കണ്ടപ്പോഴേക്കുള്ള സുബ്രുവിൻ്റെ ഒരു പരാക്രമമാണ് കേട്ടോ. ആൾ ഭരതനാട്യം കളിക്കുന്നുണ്ടോ തിരുവാതിരയും കൂടിയായിട്ടുള്ള ഒരു ഫ്യൂഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണിയടി തുടങ്ങി, നട തുറന്നുട്ടാ. ഞങ്ങൾ വേഗം എന്താ അമ്പലത്തിനുള്ളിലോട്ട് കയറാൻ പോവാം. വേഗം തൊഴുതിറങ്ങി. പുറത്തുള്ളത് ഭൈരവൻ പ്രതിഷ്ഠയുണ്ട് കേട്ടോ, പുറത്തേക്കാവ്. അപ്പോൾ ഇവിടെ നമ്മളൊരു നാളികേരം ഉടച്ചു. അതിനുശേഷം നമ്മൾ ഗണപതിരെ അവിടെയും കൂടി ഉടയ്ക്കാന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗണപതിരെ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ ഇതാ അവിടെ നീലായിട്ട് നാളികേരം ഉടയ്ക്കുകയാണ് കേട്ടോ. നാളികേരം ഉടച്ചു കഴിഞ്ഞാലാണ് ഒരു അമ്പലത്തിൽ പോയി എന്ന് തോന്നുന്നു എന്നുള്ള ഒരു ഇതാണ് നീലാണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗണപതിരെ അവിടെയൊക്കെ നാളികേരം ഉടയ്ക്കാനായിട്ട്. അപ്പം നമ്മളൊരു 4-5 നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. നീലാട്ടൻ എല്ലായിടത്തും ഉടച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഒരുപാട് നേരം വൈകാൻ നിന്നില്ല കേട്ടോ, കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മഴയാണെങ്കിലും മുമ്പ് വീടെത്താമെന്നും പറഞ്ഞ് നമ്മൾ നേരെ വടക്കഞ്ചേരിയിലോട്ട് വിട്ടു കേട്ടോ. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നട അടച്ചു. ആൾക്കാരൊക്കെ ഇത് അവിടെ ഇരുന്ന് വർത്തമാനം പറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വേഗം പിന്നെ വടക്കഞ്ചേരി പിടിച്ചു.